തിരക്കേറിയ ആംസ്റ്റർഡാം റെയിൽവേ സ്റ്റേഷനിലെ ഒരു ദിവസം യാത്രക്കാരുടെ ബഹളവും ട്രെയിനിന്റെ അനൗൺസ്മെന്റും ചൂളംവിളിയും വളരെ ശബ്ദമുഖരിതമായിരുന്നു അന്തരീക്ഷം. ആ സമയത്താണ് ഒരു കൊച്ചു പെൺകുട്ടി മാതാപിതാക്കളോടൊപ്പം ആ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത്. ഒരു കുട്ട നിറയെ ലില്ലിപ്പൂക്കൾ അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവൾ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. കാരണം അവളുടെ ജന്മദിനമായിരുന്നു അന്ന്. കാണുന്നവർക്കെല്ലാം ലില്ലിപ്പൂക്കൾ വിതരണം ചെയ്തുകൊണ്ട് അവൾ നടന്നു നീങ്ങി. അവരെല്ലാം അവൾക്ക് ജന്മദിനാശംസകൾ നേർന്നു. ആ റെയിൽവേ സ്റ്റേഷനിലെ ഒഴിഞ്ഞ മൂലയിൽ ഒരു യാചകൻ ഇരിപ്പുണ്ടായിരുന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഓടി അയാളുടെ അരികിലെത്തി അയാൾക്കും കൊടുത്തു ഒരു പൂവ്. അവൾ സന്തോഷത്തോടുകൂടി അയാളോട് പറഞ്ഞു, അങ്കിളെ, ഇന്നെൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അയാളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ സ്നേഹത്തിൻ്റെ തൂവൽ സ്പർശം. ആളുകൾ പുച്ഛത്തോടെ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകളല്ലാതെ ഇതുവരെ അയാൾക്ക് ഇതുപോലെയുള്ളൊരു സമ്മാനം ലഭിച്ചിട്ടില്ല. വൈകുന്നേരമായപ്പോൾ അന്ന് കിട്ടിയ നാണയത്തുട്ടെല്ലാം അയാൾ പറക്കിയെടുത്തു. ഒപ്പം സ്നേഹത്തോടെ കിട്ടിയ ആ പൂവും. കുട്ടികൾ കളിക്കുന്ന ഒരു പാർക്കിനരികിലൂടെയാണ് അയാൾ നടന്നുപോയത്. പാർക്കിൽ നിന്നും ഒരു കുട്ടി ഓടി വന്ന് അയാളുടെ കയ്യിലിരിക്കുന്ന പൂവ് ചോദിച്ചു, അങ്കിളെ, ഈ പൂവ് എനിക്ക് തരുമോ? അങ്കിളെ എന്ന് രണ്ടാമതും കേട്ടപ്പോൾ അയാളുടെ മനസ്സൊന്ന് തുടിച്ചു. സ്നേഹത്തോടെ അയാൾക്ക് ലഭിച്ച ആ പൂവ് സ്നേഹത്തോടു കൂടി തന്നെ അവന് കൊടുത്തു. അന്ന് രാത്രി തൻ്റെ കൊച്ചു കുടിലിൽ കിടന്നുകൊണ്ട് അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ഈ ലോകത്ത് ജീവിക്കാൻ എനിക്കും അവകാശമുണ്ട്. സ്നേഹിക്കാനും കരുതാനും തനിക്കും ആളുകളുണ്ട്. ഉന്മേഷത്തോടു കൂടി തന്നെയാണ് അയാൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റത്. തനിക്കുള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം അയാൾ ധരിച്ചു. അന്ന് പട്ടണത്തിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ നിന്ന പൂക്കളെല്ലാം അയാൾ പറിച്ചെടുത്തു. പറിച്ചെടുത്ത പൂക്കളുമായി പാർക്കിലെത്തിയ അയാൾ കുട്ടികൾക്കായി അവ വിതരണം ചെയ്തു. പിറ്റേന്ന് കുട്ടികൾ പൂക്കൾക്ക് വേണ്ടി കാത്തുനിന്നു. അന്നും അയാൾ പല നിറത്തിലും തരത്തിലുമുള്ള പൂക്കൾ കൊണ്ടുവന്നു. കുട്ടികളുടെ സന്തോഷം കണ്ടപ്പോൾ മാതാപിതാക്കൾക്കും സന്തോഷമായി. പൂക്കൾക്ക് പകരമായി അവർ അയാൾക്ക് നാണയത്തുട്ടുകൾ കൊടുത്തു. അങ്ങനെ പൂക്കൾ വിറ്റ് അയാൾക്കൊരു സമ്പാദ്യമുണ്ടായി. ആ ചെറിയ വരുമാനത്തിൽ നിന്നും അയാൾ കുട്ടികൾക്കായി കുറേ ബലൂണുകളും കളിപ്പാട്ടങ്ങളും വാങ്ങി. കളിപ്പാട്ടങ്ങൾ വിറ്റ് വീണ്ടും അയാൾ സമ്പാദ്യമുണ്ടാക്കി. അങ്ങനെ അയാളുടെ സമ്പാദ്യം കൂടിക്കൂടി വന്നു. പിന്നീട് പട്ടണത്തിലെ കുട്ടികൾക്കായി അയാൾ ഒരു കളിപ്പാട്ട കട തന്നെ തുടങ്ങി. ഒരു കാലത്ത് പട്ടണത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന യാചകനെ പിന്നീട് ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പോൾ അയാൾ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഒരു വ്യാപാര ശൃംഖലയുടെ അധിപനാണ്. ഇവിടെ ഒരു ചെറിയ പെൺകുട്ടിയുടെ ദയയാണ്, സ്നേഹമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. വേറുകൃത്യമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കണം. ഈ ലോകത്ത് കുറഞ്ഞവരെന്നോ കൂടിയവരെന്നോ എന്നൊന്നില്ല. കാരണം എല്ലാ മനുഷ്യരിലും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവികമായ ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. നമ്മുടെ ഒരു